മാതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി പി ഇന്ദിര നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനവും ലോകവേദികളിൽ കണ്ണൂരിന്റെ നാമം ഉച്ചരിഷ്ടം പ്രഘോഷിച്ച നമ്മുടെ പ്രിയങ്കരിയായ സഹോദരി തളാപ്പ് സ്വദേശിനി ഇന്ന് മിസ്സിസ് എർത്ത് 2025 നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ബഹുമാനായ ശ്രീ മിലി ഭാസ്കർ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവശനായിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ കണ്ണോ, ശ്രീ സമീറ കച്ചേരി, ശ്രീമതി സമീറ കച്ചേരി, അതുപോലെ തന്നെ ശ്രീമതി വൃന്ദ മോഹൻദാസ്, എം ജയരാജ് അടക്കമുള്ള ഈ പരിപാടിയുടെ പങ്കെടുക്കുന്ന വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ആളുകളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ബഹുമാന്യായ മേയർക്കും ഒരുപാട് തിരക്കുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന പല ആളുകളും പല തിരക്കുകളുമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഗാന പരിപാടി ഇവിടെ നടക്കാനുണ്ട്. അതോടൊപ്പം കേക്ക് മുറിക്കലടക്കമുള്ള ക്രിസ്മസ് പുതുവത്സര ആഘോഷം ഇവിടെ നടക്കാനുണ്ട്. സ്വാഭാവികമായി ഞാൻ ചുരുക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മ നമുക്കറിയാം കണ്ണൂരിന്റെ വളരെ ചുരുങ്ങിയ കാലമാണ് കണ്ണൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നൽകാൻ സാധിക്കുന്ന തരത്തിൽ സംഗീതത്തെ കൂട്ടുപിടിച്ച് പ്രയാണം ആരംഭിച്ച ഈ ഗ്രൂപ്പ് ഇന്നിപ്പോ നമുക്കറിയാം കണ്ണൂരിന്റെ ഒരു സാംസ്കാരിക രംഗത്ത് വേറിട്ട ഒരു കാഴ്ചയായി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മൾ ഓപ്പൺ സ്പേസിൽ സംഗീത പരിപാടി നടക്കുക എന്ന് പറയുന്ന നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ കണ്ണൂരിൽ, ഇത് കോഴിക്കോടും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചതുരങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അത് പലപ്പോഴും കോമൺ ആണ്. പക്ഷെ അതിനൊരു മാറ്റം വരുന്ന തരത്തിൽ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത ഒരു 10-20 പേര് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും പാർക്കുകളിലും അതുപോലെ തന്നെ സായാഹ്നങ്ങളിൽ നാം ചെലവിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സംഗീത പരിപാടി നടത്താൻ അതിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. കാരണം നമുക്കറിയാം വീടുകളിലുള്ള വീർപ്പ് മുട്ടിക്കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് ഞങ്ങൾ ഇതിനെ കണ്ടതിന് ശേഷമാണ് ഇതൊരു സ്ഥിരമായി എല്ലാ വർഷവും ഇതൊരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ക്വയർ സെന്റേഴ്സ് നടത്തുന്ന ഈ പുതുവത്സര അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷത്തിൽ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരാളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ആ കോർപ്പറേഷന്റെ സ്ഥാനത്ത് നമുക്കറിയാം 5 മേയർമാരിൽ 4 പേര് പുതുമുഖങ്ങളാണെങ്കിൽ നമ്മുടെ മേയർ ഒരുപാട് അനുഭവപരിചയമുള്ള, ഒരുപാട് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാവുന്ന 5 മേയർമാരിൽ ഏറ്റവും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന മേയറാണ് ശ്രീമതി ഇന്ദിര. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മുടെ പൊതുരംഗത്ത് ഇതുപോലെ സജീവമാകുകയും വനിതാ കോളേജ് ചെയർമാൻ സ്ഥാനം തുടങ്ങി പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിയറിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ആ അവസരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ അടുത്ത് പോയി എന്തിനു സമീപിക്കുമ്പോഴും അത് ശിരസാ വഹിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നമ്മുടെ നഗര മാതാവിനെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം അഭിമാനം ലോകത്തിന്റെ നെറുകയിൽ ചാർത്തിയിട്ടുള്ള മിലി ഭാസ്കർ, അവരെ ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ അവർ പറഞ്ഞു, കാരണം ഞാൻ ഇങ്ങനെ പൊതുവേദികളിലൊക്കെ വരണോ, അതായത് സത്യത്തിൽ ഈ താണയിൽ നമ്മുടെ തളാപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ
ഇത് കരകതമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആലോചിക്കുകയാണ്, അവർക്കൊരിക്കലും സെലിബ്രിറ്റി ആയി അറിയപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു അങ്ങനെ അവരുടെ ആ ഒരു നിലവാരത്തിന് പുറത്തായിരിക്കാം ഇതുപോലുള്ള ലോകോത്തരമായ വേദികളിൽ ഇന്ത്യയുടെ നേട്ടമായി അവർ വാങ്ങിയത് എന്നുള്ള ഒരു സംശയമില്ല. കാരണം ഞാൻ വിളിച്ചപ്പം പറഞ്ഞു വേണോ, അതുപോലെ തന്നെ എന്തിനാണ് എന്ന് ചോദിക്കുകയും, എന്നാൽ നമുക്കത് ഒരു വലിയ അഭിമാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മാഡം, we feel that we are respected and honored here because your presence. Once again, I welcome on behalf of me and behalf of my music club, Square Singing, I heartily welcome you. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ യോഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ശ്രീ വത്സരാജ് പിന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പരിപാടികൾ വളരെ വ്യത്യസ്തമായി നടപ്പാക്കാൻ ഇവിടെ ഒരു സംഘഗാനം ആലോചിച്ചു. എത്രയോ ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. അങ്ങനെ നിരന്തരം ഇതിന്റെ പിന്നാലെ, കലയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം നിയന്ത്രിക്കുന്നത്, ഈ ആഘോഷ പരിപാടി നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. ശ്രീ വത്സരാജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം രാമകൃഷ്ണൻ കണ്ണൂർ, നമുക്കറിയാം വടക്കേ മലബാറിൽ ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരനാണ് ശ്രീ രാമകൃഷ്ണൻ കണ്ണൂർ. അദ്ദേഹം നിരവധി മേഖലകളിൽ തിളങ്ങി നിന്ന മനുഷ്യന്റെ വ്യാകുലതകളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ തന്റെ രചനയിലൂടെ ലക്ഷങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച ബഹുമാനായ രാമകൃഷ്ണൻ കണ്ണൂരിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സമീറ കച്ചേരി, പലപ്പോഴും നമുക്കറിയാം കണ്ണൂരിലെ എല്ലാ വേദികളിലും ഒരു ഗാനഗോകില എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ഇതാണ് സമീറ. ആ സമീറയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി നമ്മുടെ ഡ്യൂട്ടി കളക്ടറാണ് അദ്ദേഹം. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വൈകുന്നേരങ്ങളിൽ 5 മണി കഴിയുമ്പോൾ നമ്മുടെ ക്ലബിൽ വന്ന് ഹിന്ദിയും മലയാളവും എല്ലാ പാട്ടും വളരെ നന്നായി പാടുകയും ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തി. കാരണം അവരുടെ വളരെ നന്നായിട്ട് പാട്ട് പാടുക ബഹുമാനായ നമ്മുടെ വൃന്ദാ മോഹൻദാസ് നമ്മുടെ ഗ്രൂപ്പാംഗമാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ഈ ഗാന സദസ്സിൽ എപ്പോഴും വരാറുണ്ട്, അവർ പാടാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ശ്രീ വൃന്ദാ മോഹൻദാസ് അവരുടെ ചിന്തയാണ് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്രീ എം ജയരാജൻ, ഇതിന് നന്ദി പറയുന്ന ജയരാജനെയും സ്വാഗതം. അതോടൊപ്പം ഇതിന്റെ പിന്നാലെ കുറെ ദിവസങ്ങളായി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ എന്റെ മുമ്പാകെ ഇരിക്കുന്നുണ്ട്. ശ്രീ ആശിഷ് ശശികലയുണ്ട്, ജമാൽ സിറ്റിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് കുമാറുണ്ട്, അടക്കമുള്ള ഒട്ടേറെ ഒരുപാട് ആളുകൾ, നമ്മുടെ വിജയൻ നമ്പ്യാറുണ്ട്, ശശിധരനുണ്ട്. അങ്ങനെയുള്ള സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങളായ നിരവധി ആളുകളുണ്ട്. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീ വത്സരാജിനെ ഞാൻ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സ്ക്വയർ സിംഗേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ പേരും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അധ്യക്ഷൻ എന്ന നിലയിൽ കൂടുതലും സംസാരിക്കുന്നില്ല. ഈ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ പി ഇന്ദിരെ ആളുകളോട് ക്ഷണിച്ചു. നിലവിളക്കോടൊക്കെ ഉദ്ഘാടനം ചെയ്തു. മുമ്പ്
ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ ടി കെ മനസ്സിലാജ് സ്വാഗത ഭാഷണം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ റഷീദ് കൗവായി, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, ഇന്നത്തെ ഈ ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള മിസ്സിസ് 2025 പ്രിയ സഹോദരി മിനി ഭാസ്കർ, മറ്റു വേദിയിലും സദസ്സുകളിലുമുള്ള പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഗിരിജേച്ചി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, ശശിയേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നുന്നു. കാരണം റഷീദ് കൗവായി ഇങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് ഇത്ര വലിയൊരു കൂട്ടായ്മയാണ് എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലായത്. കാരണം അത്രയും വലിയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സാഹസം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടായ്മയൊക്കെ ഒന്നും ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്ര വലിയ ഒരു ആൾക്കൂട്ടം, വലിയൊരു സ്ക്വയർ സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ഇതിന്റെ സംഘാടകരും ഇതിന്റെ കൂട്ടായ്മയിലെ ഓരോ അംഗത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം പല പരിപാടികളിലും ശരിക്കും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും റഷീദ് കൗവായിക്ക് പാട്ട് ഹിന്ദി പാട്ട് കിട്ടുന്ന അവസരത്തിൽ പാട്ടാണ് അവന്റെ കൂട്ട് എന്ന് പറയാം. അത്രമാത്രം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് റഷീദ്. ഞങ്ങൾ ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല, വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ്. അപ്പൊ അത് കണ്ണൂരിലെത്തിയിട്ട് പയ്യന്നൂരുകാരൻ കൗവായിലുള്ള റഷീദ് കണ്ണൂരിലെത്തിയിട്ട് ഇത്ര വലിയ ഒന്ന് റെയിൽവേയുടെ ഒരു വലിയ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ വലിയ സംഘാടകനായി മാറി. അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു സംഘാടനത്തിലേക്കും എത്തി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ട് വന്നപ്പോൾ തന്നെ ആ ഒരു ഗാനം കേൾക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഓരോരുത്തരെയും ആ ഒരു ശബ്ദമാധുര്യം അത് അനുഭവിച്ചറിയാനും കഴിഞ്ഞു എന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എന്തായാലും ഇത്തരം ഒരു വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ജോലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇത് പാട്ട് പ്രാക്ടീസ് ചെയ്ത് പല വേദികളിലും അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു മ്യൂസിക് ബാൻഡ് ആക്കി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം എന്തായാലും നമുക്കൊരു സന്തോഷമായി നമ്മുടെ കഴിവുകൾ അത് ഈ ഒരു സമയത്ത് കണ്ടെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു അവസരം നമ്മുടെ തൊട്ട് അടുത്തുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അവര് അത്ര എളിമയോടെ കഴിയുന്ന ഒരാൾ അവിടെ നമ്മളെ ലോകം മുഴുവൻ അംഗീകരിച്ചപ്പോൾ സ്വന്തം നാട്ടിലെ ആളുകള് നമ്മൾ അവരെ കാണാതെ പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും കൂടിയാണ് കേട്ടോ. ഭയങ്കര നല്ല യോഗ ട്രെയിനറാണ്. അവരെ ശരീരം എങ്ങനെ വേണമെങ്കിലും വഴങ്ങും. എനിക്ക് ശരിക്കും അന്ന് വീട്ടിൽ പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. വളരെ ഈ ഒരു 2 മക്കളുടെ അമ്മയാണ്, വലിയ കുട്ടികളുടെ അമ്മയാണ്. പക്ഷെ കണ്ടാൽ അത് പറയില്ല അല്ലെ, നമ്മള് മിസ് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്തായാലും അവരുടെ ആ ഒരു നമ്മുടെ അംഗീകാരം, നമ്മുടെ നാട്ടിന് കൂടെയുള്ള അംഗീകാരമായിട്ട് കാണുകയാണ്. എന്തായാലും നിങ്ങൾക്ക് അവരെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരിയെ ഇത്തരം ഒരു മനോഹരമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളത് നിങ്ങളെ സംഘാടകരോടുള്ള നന്ദി കൂടെ ഞാൻ അറിയിക്കണം. എന്തായാലും ഈ ഒരു സ്ക്വയർ സിംഗേഴ്സ്
നമ്മുടെ നാട്ടിൽ ഒതുങ്ങി നിൽക്കാതെ നല്ല ഉയരങ്ങളിലെത്തി പല പരിപാടികൾ തിരക്ക് പിടിച്ച ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങൾ വളരാൻ പറ്റും. അതിനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു പാട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.